ഹലോ മൈ ജിയോങ്സ്. ജിയോങ്സ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാനിന്ന് ഏതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന്. യെസ്, തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. ഐ ആം എക്സ്പ്ലെയിനിങ് അബൌട്ട് ഒരു കൊറിയൻ സീരീസിനെ കുറിച്ചാണ്, ഒരു കൊറിയൻ ആനിമേ സീരീസ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സീരീസ്. ഐ തിങ്ക് ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു വീഡിയോ ആണ്. സ്നൈപ്പർ ബോയ് എന്നൊരു അവനാണ് പറഞ്ഞത്. ഈ ഒരു ആനിമേ സീരീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 1 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങാം. ആനിമേ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ അല്ലെങ്കിൽ ഒരു നായികയായ കോറയാണ് നമുക്ക് കാണിക്കുന്നത്. അവരൊരു പൂച്ചക്കുട്ടി അങ്ങോട്ട് പോയിട്ട് ആ പൂച്ചക്കുട്ടിയെ ഫോളോ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ കോറി പൂച്ചക്കുട്ടിയെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പൂച്ചക്കുട്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെയോ ഓടി പോവുകയാണ്. പൂച്ചയുടെ സ്വഭാവം നമുക്കറിയാല്ലേ. അവസാനം കോറി എങ്ങനെയോ പൂച്ചയെ കണ്ടുമുട്ടിയിട്ട് എങ്ങനെയോ പിടിച്ചു നിർത്തുകയാണ്. വേറൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ കോറയാണെങ്കിൽ ഒരു സീറ്റ് എടുത്തിട്ട് ആ പൂച്ചക്കുട്ടിയെ കൊടുക്കുകയാണ്. അവിടെ വെച്ച് ആ സീൻ അവസാനിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ആ ഒരു കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ആനിമയുടെ ഒരു പ്രത്യേക ഫീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീനായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം ഹീറോയിനെയാണ്. അവന്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ ആരിമ എന്നാണ്. ഈ ക്യാരക്ടറിന്റെ പേര് ആരിമയാണ്. അപ്പം ആക്ട്രസിന്റെ പേര് എന്താണ്? കോറയാണെങ്കിൽ ഇവന്റെ പേര് ആരിമ എന്നാണ്. ഈ ആരിമ ആണെങ്കിൽ ഒരു വലിയ സ്റ്റേജിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വായന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡിയസ് ആയിട്ടുള്ള ടൂണാണ്. നമുക്ക് അതൊരു ആനിമ കാണുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോഴേക്കും നമുക്കൊരു കൊച്ചു കുട്ടിയെ കാണിക്കുകയാണ്. ആ കൊച്ചു കുട്ടി ആ ഒരു പിയാനോ പ്ലേ ചെയ്യുന്നത് ഭയങ്കര ആശ്ചര്യത്തോടെ രസിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ഇപ്പോഴാണ് നമുക്ക് പ്രസന്റ് ടൈം ലൈൻ കാണിക്കുന്നത്. ആരിമ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആ ഒരു മ്യൂസിക് കേട്ടിട്ട് നമ്മൾ ആ സോങ്ങിന്റെ നോട്ട്സ് എടുക്കുകയാണ്. ഓക്കെ, ആരിമ ഇവിടെ ആ ഒരു മ്യൂസിക്കിന്റെ നോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് നേരെ പുറത്തേക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. ആ പ്ലേ ഗ്രൗണ്ടിൽ അവിടെ ഒരു ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പെൺകുട്ടിയാണെങ്കിൽ ബാസ്കറ്റ് ബോൾ നേരെ ആ ഒരു ആരിമ എവിടെയാണ് ഇരിക്കുന്നത് ആ വിൻഡോ പൊട്ടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ അടിച്ച ആരാണെന്ന് അറിയാം. ഈ ഒരു പെൺകുട്ടിയുടെ പേര് ചുബാക്കി. ഇവളാണ് ഫസ്റ്റ് നമ്മുടെ ആരിമ ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നില്ലേ, ആ ഒരു പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലാഷ് ബാക്കിൽ തന്നെ കാണിച്ചില്ലേ ഒരു പെൺകുട്ടി ഇങ്ങനെ ആശ്ചര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പെൺകുട്ടിയാണ് ഇവള്. ചുബാക്കി പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ആ ജനൽ ഉടച്ചല്ലേ ഇങ്ങനെ ബോൾ അകത്തേക്ക് വന്നിരിക്കുന്നത്. ആർക്കും എന്തെങ്കിലും കുഴപ്പമായി കാണും, സ്കൂളിൽ എന്തെങ്കിലും കുഴപ്പമാകുമെന്ന് വിചാരിച്ച് പേടിച്ച് തന്റെ ഫ്രണ്ട്സൊക്കെ പറയുകയാണ് പോയി ആ ബോൾ എടുത്തിട്ട് വാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്. ആ റൂമിൽ അവൾ പോയി നോക്കിയപ്പോഴാണ് ആരിമ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത്. അവ ഇങ്ങനെ കിടക്കുന്നത് അതിൽ ഒരുപാട് ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാണെങ്കിൽ ഇവളും പേടിച്ചു പോയി. അയ്യോ ഇന്നെ എന്തെങ്കിലും പറ്റിക്കാണോന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചങ്ങ് നിൽക്കുകയാണ്. പയ്യെ അവൾ ആ ബോൾ പോയി എടുത്തിട്ട് എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോഴാണ് ആരിമ കണ്ണു തുറന്നിങ്ങനെ നോക്കുന്നത്. അപ്പോൾ അവന് ബോധം വന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആരിമായിരുന്നു. കാരണം അവൻ തിരിഞ്ഞല്ലേ കിടന്നത്. അവനാണ് നമുക്ക് മനസ്സിലായില്ലായിരുന്നു നീ ആയിരുന്നു. ഞാൻ വിചാരിച്ച് വേറെ ആയിരിക്കില്ല. ആരിമയ്ക്ക് അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. അവൻ ഇങ്ങനെ നോക്കിയപ്പോഴും ജനലും ഉടഞ്ഞു കിടക്കുന്നത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഈ ചുബാക്കി എടുത്ത് അവൻ പറയുകയാണ് ഇതെങ്ങനെയെങ്കിലും അവിടെ ക്ലീൻ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കുഴപ്പമാവും എന്നൊക്കെ പറയുകയാണ്. ഇപ്പൊ ചുബാക്കി പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റൂല, പിന്നെ ഇത് വൃത്തിയാക്കാൻ എനിക്ക് വേറെ പണി ഉണ്ടെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് പറയുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ അവൻ തന്നെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ആ ഗ്ലാസ് എടുക്കാൻ പോയ സമയത്ത് അപ്പോഴേക്കും ആ ചുബാക്കി വന്നിട്ട് അവനെ കൈ പിടിച്ച് വലിച്ചിട്ട് കയ്യിൽ പിടിച്ചു വെച്ചേക്കാണ്. ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് പറയുകയാണ് നീ എന്തായി കാണിക്കുന്നത്, കയ്യിൽ വല്ല മുറിവ് പറ്റിയ ഇൻഫെക്ഷൻ ആവൂല എന്നൊക്കെ പറയുകയാണ്. ഇത് ഡേഞ്ചർ ആണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ ഒരു ടൈമിൽ വേറൊരു പയ്യൻ ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ എടുത്ത അവന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ വട്ടാരി എന്നാണ്. നിങ്ങള് ചെറുപ്പകാലം തൊട്ടേ നെയ്ബേഴ്സ് ആണ്, ചെറുപ്പകാലം തൊട്ടേ നല്ലൊരു ഫ്രണ്ട്സും ആണ്. നിങ്ങൾ എന്തായാലും നല്ലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും, ഒന്ന് ട്രൈ ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. ഇത് കേട്ട അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പ് സംസാരിക്കുകയാണ്. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് 3 പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോഴേക്കും വട്ടാരിക്ക് ഒരു കോള് വരികയാണ്. ആ കോള് വന്നത് കേട്ടിട്ട് അവൻ അവിടെ നിന്ന് ഇത്രയും നേരം കണ്ട അവനല്ല നമ്മളപ്പോൾ കാണുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റ് ആയിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. അവസാനം അരീബയും ചുബാക്കിയും കൂടെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചുബാക്കി ആർമയോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിനക്ക് ആരെങ്കിലും ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ക്രഷ് എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു സ്പാർക്ക് നമുക്ക് അനുഭവപ്പെടും. എന്താണെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേക ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. ആ അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആരും എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ഒരു ഫീലിങ്സ് വന്നിട്ടില്ല, ആൻഡ് എനിക്ക് എന്ത് കണ്ടാലും അങ്ങനെയൊന്നും തോന്നുകയും ഇല്ല, എനിക്ക് കളർഫുൾ ആയിട്ട് തോന്നുകയും ഇല്ല എന്നുള്ള ഒരു ഡയലോഗ് പറയുകയാണ്. ഇത് ചുബാക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ പറഞ്ഞത് അവൻ എന്ത് കണ്ടാലും ഡാർക്കായിട്ടാണ് അറിയപ്പെടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അവനെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയാണ് അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. നമുക്കത് പിന്നെ മനസ്സിലാകും എന്താണ് അവൻ സിംബോളിക്കായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് കേട്ട് ചുപ്പാക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. 14 വയസ്സായി, നിനക്ക് ഇതുവരെ ഒരു ഫീലിങ്സും ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്കുള്ളത് കണ്ണ് തന്നെ ചോദിക്കുകയാണ് അവൾ. അപ്പോൾ ആരുമ്പോ നേരെ നോക്കുന്നത് നമ്മുടെ ചുപ്പാക്കിയുടെ കണ്ണിലേക്കാണ്. നിന്റെ കണ്ണ് പോലെയല്ല എൻ്റെ കണ്ണ്. നിന്റെ കണ്ണിൽ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള സ്പാർക്ക് അതെനിക്ക് കാണാൻ പറ്റും. ആ ഒരു ഇൻറ്റൻസിറ്റി
എൻ്റെ കണ്ണിലില്ല. സോ എന്നൊരു ചെറുതായിട്ടൊരു കോൺവെർസേഷൻ അവിടെ വെച്ച് പറയുകയാണ്. സോ ഇത് കേട്ട് അവളും ഒരുമാതിരി ഇരിക്കുകയാണ്. സോ സംസാരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. സോ നെക്സ്റ്റ് സീനിൽ നമുക്ക് ആരുമയെ കാണിക്കുകയാണ്. ആരുമയുടെ വീട്ടിലെ നടുക്കായിട്ടൊരു പിയാനോ വെച്ചിട്ടുണ്ട്. പക്ഷേ പിയാനോന് ചുറ്റും ഒരുപാട് ബുക്കും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അത് വൃത്തിയായിട്ടല്ല കിടക്കുന്നത്. ഓക്കെ, സോ ആ ടൈമിൽ നമ്മുടെ ആരുമ വീട്ടിലേക്ക് വന്നിട്ട് ഐ ആം ഹോം എന്ന് പറഞ്ഞ് അമ്മയോട് നോക്കി പറയുകയാണ്. സോ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. സോ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സോ ആ ഫോട്ടോ നോക്കിയാണ് നമ്മുടെ ആരുമ പറഞ്ഞത്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ആരുമ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. ചുബാക്കി ഇന്നലെ സ്കൂൾ വിട്ട് പോകുന്ന വഴിയിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, മറ്റേ ക്രഷ്, കണ്ണിൽ വന്ന് തിളക്കം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തോന്നാം, പക്ഷേ എനിക്ക് എല്ലാം പിയാനോയിലുള്ള കീസ് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നൊരു ഡയലോഗ് അവൻ മനസ്സിൽ തന്നെ പറയുകയാണ്. സോ ഇവിടെ വെച്ച് നമുക്ക് സിംബോളിക്കായിട്ട് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ അവന് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അവൻ അതിന് റിസംബ്ലൻസ് ചെയ്യുന്നത് എന്തിനാണ്? പിയാനോയാണ് റിസംബ്ലൻസ് ചെയ്യുന്നത്. സോ അതിനും കാരണങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് ആ ഒരു പാസ്റ്റ്, ആര്യമ്മ തന്റെ പാസ്റ്റ് ആലോചിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. ഒരു സ്റ്റേജിൽ ആര്യമ്മ ഇരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടി കരയുകയാണ്. അപ്പോൾ വോയിസ് ഓവറായിട്ട് കേൾക്കുകയാണ്, ഈ സംഭവം സംഭവിച്ചപ്പോൾ എനിക്ക് 11 വയസ്സായിരുന്നു, ഞാൻ പിയാനോ എടുത്തിട്ട് 3 വർഷമായി. സോ ഇങ്ങനെ മനസ്സിലുള്ള ഇങ്ങനെ ആര്യമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് സീനിൽ തന്നെ നമ്മുടെ ആര്യമ്മ എന്നത്തെയും പോലെ തന്നെ സോങ് കേട്ടിട്ട് കീ നോട്ട്സ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടേക്ക് ചുബാക്കി വന്നിട്ട് അറിയാമല്ലോ സാധാരണ എന്ത് സംഭവിക്കും, ബാക്കിൽ ഇരുന്ന് ഒളിച്ച് നിന്നിട്ട് അവനെ പേടിപ്പിക്കൊക്കെ അതൊക്കെ തന്നെ നടക്കുന്നത്. ഒരു ചെറിയൊരു ഫൺ മൊമെന്റ്സ് അവിടെ നടക്കുകയാണ്. ഇപ്പോൾ അവൻ ആ ഒരു സോങ് അവൾക്കും കൂടെ പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. അവളും അവനും കൂടെ സോങ് കേൾക്കുകയാണ്. ഇങ്ങനെ സോങ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചുബാക്കി നമ്മുടെ ആര്യമായിട്ട് ചോദിക്കുകയാണ്, അവന് ഫ്രീ അല്ലേ, ഞാനും വട്ടാരിയും കൂടെ ചേർന്നിട്ട് ഒരു കുട്ടിയെ കാണാൻ പോവുകയാണ്, അതൊരു പെൺകുട്ടിയാണെന്ന് പറയുകയാണ്. അപ്പോൾ നീ വാ എന്ന് വിളിക്കുകയാണ് അവനെ. ചിലപ്പോൾ നിനക്കും ആ പെൺകുട്ടിയും ചിലപ്പോൾ സിങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ പെൺകുട്ടിക്ക് മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിനക്ക് മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ നീ കാണാൻ വരണമെങ്കിൽ വരാൻ വേണ്ടി അവനോട് അവൾ പറയുകയാണ്. പെട്ടെന്ന് അവൻ ഒരു റിയാക്ഷൻ ഉള്ളത് എന്നെ കൊണ്ട് തരാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അത് മാത്രമല്ല ഞാൻ പിയാനോ വായിക്കുന്നത് വിട്ടിട്ട് 2 വർഷം കഴിഞ്ഞെന്ന് പറയുകയാണ്. നെക്സ്റ്റ് നമുക്ക് ആര്യമ്മയുടെ ഫുൾ പാസ്റ്റ് നമുക്ക് കാണിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ഒരു ഡ്രീം എന്താണെന്ന് പറഞ്ഞാൽ അവനെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആയിട്ട് മാറ്റണം. അത് ചെറുപ്പകാലം തൊട്ടേ അവനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ പിയാനോ, അവൻ്റെ അമ്മയുടെ ഡ്രീമേ അതാണ്, അവൻ എങ്ങനെയെങ്കിലും ഒരു പിയാനിസ്റ്റ് ആയിട്ട് മാറ്റണം എന്നുള്ളത് തന്നെ. ദയാദക്ഷിണ്യമില്ലാതെ അടിച്ചായാൽ പോലും എങ്ങനെയെങ്കിലും അത് പഠിക്കണം എന്നൊരു വാശിയോടെ അവൻ്റെ അമ്മ പഠിപ്പിക്കുകയാണ്. സോ അവൻ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു കുട്ടിക്കാലത്ത്. സോ അതങ്ങനെ അനുഭവിച്ചവൻ പഠിക്കുകയാണ്. അവൻ്റെ അമ്മയ്ക്കും വയ്യ, അവൻ്റെ അമ്മയ്ക്കും എന്തോ ഒരു അസുഖമുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം. സോ എന്നിട്ടും അവൻ്റെ അമ്മ ഇങ്ങനെ ഫോഴ്സ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് റീസൺ കാണും. സോ എന്നിട്ട് അവൻ്റെ അമ്മ പറയുകയാണ്, നീ എങ്ങനെയെങ്കിലും ഒരു പിയാനിസ്റ്റ് ആയാലേ നീ ഫ്യൂച്ചറിൽ നിനക്ക് നിന്റെ ഭാവി നല്ലതായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ പിയാനോ വായിക്കാൻ വേണ്ടി അവനെ പഠിപ്പിക്കുകയാണ്. കാരണം അവൻ്റെ അമ്മയുടെ അവസ്ഥ അറിയാന്നുള്ളത് കാരണം അവൻ പറയുകയാണ്, അമ്മയുടെ സന്തോഷം ഇതാണെങ്കിൽ അമ്മയെ അത് ഹാപ്പി ആക്കുമെങ്കിൽ ഞാനത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് അവൻ പറയുകയാണ്. സോ അങ്ങനെയാണ് അവൻ ഒരു നല്ലൊരു പിയാനിസ്റ്റ് ആയത്. സോ ഇതെല്ലാം ചെയ്തിട്ട് അവനൊരു വേൾഡ് ക്ലാസ് പിയാനിസ്റ്റ് ആയിട്ട് ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് കാണാൻ അവൻ്റെ അമ്മ കൂടെയില്ല. കാരണം അവൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. സോ ആ ദിവസം തൊട്ടാണ് ആര്യമ്മ ആ ഒരു പിയാനോയെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് മാത്രമല്ല ആരുമില്ലാതെ എന്തിനെയോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ അവൻ എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ കാണിക്കുകയാണ്. നെക്സ്റ്റ് ഡേയിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞ ആര്യമ്മ അവിടെ വന്നിരിക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. അവൻ്റെ മനസ്സിൽ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും അത് പുറത്ത് കാണിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി മനസ്സിലുള്ളപ്പോൾ നമുക്ക് ആ ടൈമിൽ അത് പെട്ടെന്നൊരു പോസിറ്റിവിറ്റി അങ്ങനെ പുറത്ത് കാണിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു ഇതാണ് അവനിപ്പോൾ വരുന്നത്. സോ അങ്ങനെ ഇവൻ വന്നവിടെ നിൽക്കുകയാണ്. അവനൊരു ഷൂസും ഒരു ലെഗിൻസും കിട്ടുകയാണ്. അത് അവൻ എടുത്ത് വയ്ക്കുകയാണ്. ആൻഡ് ആ ഒരു മ്യൂസിക് വന്ന സ്ഥലത്തേക്ക് അവൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണിക്കുകയാണ്. ആ ഒരു വിഷ്വൽ എന്നെ എടുത്തു വച്ചിട്ടുണ്ട്. അത് ആരെന്നറിയാമോ? അത് വേറെ ആരുമില്ല, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു കോറ ഉണ്ടല്ലോ, അവളുടെ സെക്കൻഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനേക്കാളും സെക്കൻഡ് ഇൻട്രൊഡക്ഷനാണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ബിക്കോസ് ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഓക്കെ, സോ അത് മാത്രമല്ല ചിൽഡ്രൻസിൻ്റെ കൂടെ ചേർന്ന് ആ ഒരു മ്യൂസിക് വായിക്കുകയാണ്. സോ ഇത് കണ്ട നമ്മുടെ ആര്യമ്മ കൊള്ളാലോ എന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോ അവൻ എടുത്ത് വയ്ക്കുകയാണ്. പക്ഷേ കാറ്റ്, ഫസ്റ്റ് സ്പ്രിംഗ് സീസണിൽ വന്ന കാറ്റാണ്. ആ കാറ്റടിച്ച് ഭയങ്കര കാറ്റായിരുന്നു. സോ കോറയുടെ സ്കർട്ട് കുറച്ചൊന്ന് മേളിലേക്ക് പൊങ്ങി. സോ അവൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് അവളും കാണുകയാണ്. ഇവൻ അൺഅപ്രോപ്രിയേറ്റ് ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞ രീതിയിലാണ് ഇവൻ്റെ കൂടെ കിടന്ന് അടി കൂടുകയാണ്. അവൻ വിചാരിച്ച് അവൻ എന്തോ ഒരു ബാഡ് മോട്ടീവ് ഉണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചത്. സോ അങ്ങനെ ആ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് മോത്തോട്ട് എറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് അടിയാവുകയാണ്. അവൻ അങ്ങനെയല്ല, അവൻ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ രണ്ടുപേരും ഫൈറ്റ് ആവുകയാണ്. അപ്പം നമുക്ക് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എന്ത് നടക്കും നമുക്കറിയാമല്ലോ. ചിലപ്പോൾ അതിന് വേറെ വ്യത്യാസങ്ങൾ വരുമായിരിക്കാം. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ
കണ്ടോളൂ. സോ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ല. സോ ആ ടൈമിൽ തന്നെ വട്ടാറി സുബാക്കിയും കൂടെ അങ്ങോട്ട് വരികയാണ്. സോ കോറെ കണ്ട നേരം ചുബാക്കി ഹായ് കോറെ എന്ന് പറയുകയാണ്. ഇത്രയും നേരം അടി കൊണ്ടിരുന്ന ആ കൊച്ച്, അല്ലെങ്കിൽ അടി ഉണ്ടായിക്കൊണ്ടിരുന്ന ആ കൊച്ചിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു മുഖഭാവം പെട്ടെന്ന് മാറുകയാണ് കോറയെ കണ്ടപ്പോൾ, ചുബാക്കിയെ കണ്ടപ്പോൾ. സോ കോറെ അങ്ങനെ ഹാപ്പി ആയിട്ട് സുബാക്കി വന്നല്ലോ സുബാക്കിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, കണക്ട് ദ ഡോട്ട്. ഇവർ തേടി വന്ന ആ കൊച്ചാരാണ്? കോറെ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ കോറയെ ചുബാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കുകയാണ്. സോ വട്ടാരിക്കും കോറയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കുകയാണ്. സോ വട്ടാരി കുറച്ച് വായി നോക്കി ആയതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ടുപേരും കൂടി ഇൻട്രൊഡ്യൂസ് ആവുകയാണ്, നന്നായിട്ട് ക്ലോസ് ആവുകയാണ്. ലാസ്റ്റ് നമ്മൾ സുബാക്കി, ഇതാണ് എൻ്റെ ഫ്രണ്ട് ആരിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അയ്യോ നിങ്ങൾ ഫ്രണ്ട് ആയിരുന്നു, സോറി ഞാൻ അത് അറിയാതെ പറ്റിപ്പോയാണ് നേരത്തത്, എല്ലാത്തിനും സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നടന്നത് ഒരു സംഭവം പോലെ അവർ അറിയരുതെന്ന് പറഞ്ഞ് ഒരുമാതിരി പറഞ്ഞിട്ട് പോവുകയാണ്. ആൻഡ് കോരി എങ്ങനെ വട്ടാരോട് സംസാരിക്കുന്നത് നമ്മൾ കാണിക്കുകയാണ്. ഈ ടൈം നമ്മൾ സുബാക്കി ആരിമയോട് ചോദിക്കുകയാണ്, നിനക്ക് കുട്ടി ഇഷ്ടപ്പെട്ടോ, കൊള്ളാലോ എന്ന് പറയുകയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറയുകയാണ്. എനിക്കൊന്നും ഇങ്ങനത്തെ പെൺകുട്ടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പറയുകയാണ്. അപ്പോഴാണ് കോറയ്ക്ക് മനസ്സിലായത് കോറ ഒരു വയലിനിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടൈം താമസിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വയലിനിസ്റ്റ് ആണെന്നുള്ള കാര്യം തന്നെ ഇപ്പോഴാണ് എല്ലായിടത്തും പറയുന്നത്. സോ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ നിങ്ങളൊരു വയലിനിസ്റ്റ് ആണോ എന്ന് വെച്ചപ്പോൾ വാ, എനിക്ക് മ്യൂസിക് ഷോ തുടങ്ങാറായി, നിങ്ങൾ എൻ്റെ കൂടെ വാ കേൾക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ ആരും വേണമെങ്കിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകാൻ വേണ്ടി പറയുകയാണ്. ഇത് കേട്ട കോരയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. കോരയുടെ കൈ പിടിച്ചിട്ട് നീ ഉറപ്പായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അമ്മനെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. സോ 4 പേരും കൂടി ചേർന്ന് ഈ ഒരു മ്യൂസിക് കാണാൻ പോവുകയാണ്. അവിടെ വെച്ച് നമ്മുടെ എപ്പിസോഡ് 1 അവസാനിക്കുകയാണ്. ഇത് ചെറിയൊരു എപ്പിസോഡാണ് ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പിന്നെ കാണാം. സോ ബൈ.